5 ദിവസത്തെ ദുആ പ്രത്യേകം ഇജാബത്തുണ്ട്. ഒന്ന് വലിയൊരു നാളാണ്, വേറൊന്ന് ചെറിയൊരു നാളാണ്, മറ്റൊന്ന് ലൈലത്തുൽ ഖദറാണ്, വേറൊന്ന് ശഅബാൻ 15-ന്റെ ദിവസമാണ്, അഞ്ചാമത്തേത് റജബ് 1-ന്റെ രാത്രിയാണ്. ഉറപ്പായിട്ടും ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി തുറക്കണം. എപ്പോൾ നമ്മൾ തുറക്കുകയാണെങ്കിലും സ്വന്തത്തിന് വേണ്ടി മാത്രം തുറക്കരുത്. നമുക്കും നമ്മളെ ആശ്രയിച്ച് കഴിഞ്ഞു കൂടുന്നവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തുറക്കണം. നമ്മളെ ആശ്രയിച്ച് കഴിഞ്ഞു കൂടുന്നവരെന്ന് ഭാര്യ സന്താനങ്ങൾ മാത്രമൊന്നല്ല, നമ്മളെ കീഴിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി മുതലാളിമാർ തുറക്കണം. തിരിച്ച് അങ്ങോട്ടും തുറക്കണം. പണിക്കാര് ജോലിക്കാര് മുതലാളിമാർക്ക് വേണ്ടി അങ്ങോട്ടും തുറക്കണം, മുതലാളിമാർ ജോലിക്കാർക്ക് വേണ്ടി ഇങ്ങോട്ടും നോക്കണം. അതൊന്നും നമ്മളെ ബാധ്യതപ്പെട്ടതല്ല എന്നാണ്. നമ്മളെ കീഴിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ തുറക്കണം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മാനേജർ തൻ്റെ കീഴ് ജോലിക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെയൊക്കെ ആവുമ്പോഴേ ജീവിതം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുള്ളൂ. പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പൊ റമദാൻ, ഓരോ റമദാനുകൾ കഴിഞ്ഞു പോകുന്നു. ഈ റമദാൻ നമുക്ക് ആത്മീയമായ പുതിയൊരു അന്വേഷണത്തിന് വഴിവെക്കണം. ആ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. കഴിഞ്ഞ റമദാനിനേക്കാൾ ഈ റമദാനിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്കുണ്ടായിട്ടുണ്ടെന്ന് നമ്മുടെ കൽബ് നമ്മളോട് പറയണം. അത് തന്നെ പ്രധാനം. നമ്മുടെ കൽബ് നമ്മളോട് പറയണം. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷപ്പെടും, സലാഹിയത്തിൻ്റെ അഹ്ലുകാരനാവും. അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടാവും. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും, അവൻ നമ്മളെ അംഗീകരിക്കും. ആർക്കും സ്വാലിഹാവാം, നബിയാകാൻ മാത്രമേ പറ്റാത്തുള്ളൂ. ആർക്കും വലിയാവാം, ആർക്കും സ്വാലിഹാവാം. നബിയാവുക എന്നതിൻ്റെ താഴെയുള്ള ഏത് കാര്യവും അധ്വാനിച്ച് നേടാം. ഒരാൾക്ക് നിസ്കരിച്ചിട്ടോ നോലുമ്പോരുടെ നബിയാവാൻ കഴിയൂല. കാരണം അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാഅാണ്. അമ്പിയാക്കളെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. ബാക്കി എവിടെയും ആർക്കും എത്താം. ഈ ഇരിക്കുന്ന എല്ലാവരും ദുആക്ക് ഇജാബത്തുള്ളവരാകാൻ പറ്റുന്നവരാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും ഔലിയാക്കളാവാൻ പറ്റുന്നവരാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും ഖുതുബുകളാവാൻ പറ്റുന്നവരാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും മുത്തഖീങ്ങളാവാൻ പറ്റുന്നവരാണ്. അധ്വാനിക്കണം. അധ്വാനിക്കാനുള്ള മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ ശരീഫ്. ഒരു മനുഷ്യന്റെ ചിന്ത പോലും ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ ഹബീബുനാ റസൂലുള്ളാഹി. ഒരു മണിക്കൂർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിരിക്കൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കൽ. നമുക്ക് യാതൊരു ചിന്തയില്ല, അള്ളാഹിനെ പറ്റിയുള്ള ഒരു ചിന്തയില്ല. റജബ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ചിന്തിക്കാനാണ്. ആദ്യത്തെ 10 അള്ളാഹുവിനെ ചിന്തിക്കാനാണ്. റഹ്മത്ത് എന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ശഅബാൻ മുസ്തഫായ നബിനെ പറ്റി ചിന്തിക്കാനാണ്. രണ്ടാമത്തെ 10 അതാണ്. മഗ്ഫിറത്ത് മുഹമ്മദ് നബിയുമായാണ് ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക മുസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. മഗ്ഫിറത്ത് മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മളിപ്പോൾ ശഅബാനിലുള്ളത് റമദാനിക്ക് പോവുകയാണ്. ഈ മാസം മുഹമ്മദ് നബിയെ മനസ്സിലാക്കാനുള്ള മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. വേറെ ആരും വിജയിക്കൂല, എല്ലാവരും പരാജയപ്പെടും. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ഉണ്ടായ മാസമാണ് ഈ മാസം. സ്വലാത്ത് ചൊല്ലാൻ പറയുന്ന യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലമു തസ്ലീമാ. നിങ്ങൾ മുസ്തഫ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയ മാസം ശഅബാൻ മാസമാകുന്നു. കേടുന്ന ഒരു സ്വലാത്ത് അങ്ങോട്ട് കൊടുത്താലേ നല്ല 10 സ്വലാത്ത് ഇങ്ങോട്ട് കിട്ടും. ലാഭ കച്ചവടം. നമ്മളെന്തായാലും ഇപ്പൊ സ്വലാത്ത് ചെല്ലുമ്പോ ആരെങ്കിലും ഒന്ന് കാണട്ടെ എന്നെങ്കിലും ഉണ്ടാവുമല്ലോ, എന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഓട്ടമുള്ള ഒരു സ്വലാത്ത് മദീനത്തേക്ക് അയച്ചാല്
പുതിയ സ്വലാത്ത് 10 കിട്ടി. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. വലിയ ലാഭകച്ചവടമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാസം ഷഅബാൻ മുസ്തഫായ നബിയെ മനസ്സിലാക്കാൻ അള്ളാഹുവിനും റസൂലിനെയാണ് മനസ്സിലാക്കിയിട്ട് റമദാനിലേക്കാണ് കിടക്കണം. അപ്പോൾ ഉമ്മത്തിൻ്റെ മാസം റമദാൻ. കരിച്ചു കളയുക എന്നാണ് റമദാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കരിച്ചു കളയുക. ഏറ്റവും വലിയ ശുദ്ധീകരണമാണ് കരിക്കൽ. വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാം, മണ്ണോട് ശുദ്ധിയാക്കാം, കാറ്റടിച്ച് ശുദ്ധിയാക്കാം, ഡ്രൈ ക്ലീനിങ് തീയോട് ശുദ്ധിയാക്കാം. ഡ്രൈ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് കാറ്റടിച്ചിട്ട് ഒരുമാതിരി ആക്കലാണ്, ശുദ്ധിയാവുന്നില്ല. മണ്ണോട് ശുദ്ധിയാക്കുന്ന സാധനങ്ങളുണ്ട്, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാനുണ്ട്, പിന്നെ തീ കൊണ്ട് ശുദ്ധിയാക്കുന്നത് സ്വർണ്ണാണ്. കരിക്കൽ സ്വർണ്ണാണ് തീ കൊണ്ട് ശുദ്ധിയാക്കുക. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതിനെയാണ് തീ കൊണ്ട് ശുദ്ധിയാക്കുന്നത്. റമദാൻ കരിച്ചു കളയണ മാസമാണ്. ഇത് കരിച്ചു കളയണ മാസമാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം കരിക്കാൻ മാത്രം നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് തോന്നണം. എന്നാലുള്ളൂ റമദാനിനെ മുതലാക്കാൻ കഴിയാം. അതിനിപ്പോൾ ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ എന്നാ. ഞാൻ ഇപ്പോൾ ആരെങ്കിലും കൊന്നോ? ഇല്ല. ഞാൻ വ്യഭിചരിച്ചോ? ഇല്ല. പക്ഷേ വ്യഭിചാരത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ? കൊലപാതകത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ? പലിശയുടെ പങ്ക് പറ്റിയിട്ടുണ്ടോ? ഇതാണ് ആലോചിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെറ്റ് അശ്രദ്ധയാണ്, ഗഫലത്താണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റുകളെ കുറിച്ചുള്ള അശ്രദ്ധ. നമ്മളിപ്പോൾ വ്യഭിചരിച്ചിട്ടൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ഒരു കണ്ണടപ്പീടി ഉണ്ടെന്ന് വിചാരിച്ചോളി. കണ്ണടപ്പീടി, അതിൽ ജോലിക്ക് ഒരാളാവശ്യമുണ്ട്. പെൺകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശമ്പളം കുറച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ വാട്സപ്പിൽ കൂടെയൊക്കെ പരസ്യം വിട്ടു, ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്, ആകർഷണീയമായ ശമ്പളം. ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ 3 കുട്ടികളുണ്ട്, 2 കറുത്തതും 1 വെളുത്തതും. ആരെടുക്കും? വെളുത്തതിനെടുക്കും. അപ്പം നമ്മൾ മനസ്സിലുണ്ടാവും, പീടിക്ക് ഇപ്പം എന്തായാലും 2-3 ആൾക്കാർ കയറണ്ടേ. മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കുന്നു. എന്നിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ വ്യഭിചരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഒരു മനുഷ്യൻ അവൻ്റെ തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടായാലേ റമദാൻ വരുമ്പോൾ പഠിച്ചോനെ റമദാൻ വരുന്നുണ്ടല്ലോ, ലേശം കരിക്കാണ്ടല്ലോ എന്ന് തോന്നുള്ളൂ. അതുകൊണ്ട് കരിക്കാനുള്ള മാസമാണ്, പൊറുക്കലിനെ തേടാനുള്ള മാസമാണ്. റമദാൻ കഴിഞ്ഞു പോവുകയും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ദ്വാരക്കട്ടെ എന്ന് വിദൂരത്താവട്ടെ എന്ന് ദ്വാരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും ആമീൻ പറഞ്ഞത് മുത്തുനബിയുമാണ്. ഈ സംഭവം നടക്കുന്നത് മിമ്പർമ വെച്ചിട്ടാണ്. ആ മിമ്പറയാണ് നൊരൊഴിച്ചത്. ഏത് മിമ്പറ്? ആ മിമ്പറയാണ് നൊരൊഴിച്ചത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മിമ്പറ നൽകാമെന്ന് ഫത്വ എന്ന പേരായ ഒരു പെണ്ണ് നബിയോട് വന്ന് പറഞ്ഞു. പൊന്നാര നബിയെ, എൻ്റെ മകൻ ഒരു ആശാരിയാണ് നബിയേ, അവൻ നിങ്ങൾക്കൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. സമ്മതിച്ചു. ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കി. മുസ്തഫായ നബി തങ്ങൾ ആ മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിച്ചപ്പോ പള്ളിയുടെ പുറത്തേക്ക് മാറ്റപ്പെട്ട മിമ്പറിന്റെ ഭാഗത്ത് നിന്ന് പൈതലിന്റെ കരച്ചിൽ പോലെ ഒരു കരച്ചിൽ കേട്ടു. ജുമഅ കഴിഞ്ഞ് സ്വഹാബത്ത് ചെന്നു. പഴയ മിമ്പറാണ് കരയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അണഞ്ഞു കൂട്ടിപ്പിടിച്ചു. അതിനോടെന്തോ സ്വകാര്യം പറഞ്ഞപ്പോ കരച്ചിലടങ്ങി. എന്തോന്ന് പറഞ്ഞു? സ്വർഗത്തിൽ കാണാം എന്ന് പറഞ്ഞു. അടങ്ങി. ആ മിമ്പർ നിർവഹിച്ചു. ഏത് മിമ്പറ്? റമദാൻ വരികയും റമദാനിൽ പാപം പൊറുപ്പിക്കാതെ ഒരാൾ യാത്രയാവുകയും ചെയ്താൽ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താവട്ടെ എന്ന് ദ്വാരന്നിട്ട് ആമീൻ പറഞ്ഞ മിമ്പർ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരുന്നു. ഒരു ബോധം ഞമ്മക്കില്ലെങ്കിൽ റമദാൻ വന്നു റമദാൻ പോയി എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഓരോ ദിവസവും ഓരോ സമയവും മുതലാക്കാൻ കഴിയാം. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.